അപ്പോൾ എല്ലാവരും വീഡിയോ ഇമ്പോർട്ട് ചെയ്യാൻ പഠിച്ചു, എഡിറ്റ് ചെയ്യാൻ പഠിച്ചു, എഫക്ട്സ് കൊടുക്കാൻ പഠിച്ചു, ട്രാൻസിഷൻ ഇടാൻ പഠിച്ചു, എല്ലാം പഠിച്ചു. പക്ഷേ ഇതെല്ലാം സോഫ്റ്റ്വെയറിനകത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. ഇത് നമുക്കൊരാളെ കാണിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമുക്കിത് ഔട്ട് എടുക്കണം, അതായത് എക്സ്പോർട്ട് ചെയ്ത് ഫയൽ പുറത്തെടുക്കണം. എന്നിരുന്നാലാണ് നമ്മൾ ചെയ്തതിൻ്റെ എക്സാക്ട് ക്വാളിറ്റി എന്താണ്, നമ്മളെന്താ ചെയ്ത് വെച്ചേക്കുന്നത്, നമ്മൾ സോഫ്റ്റ്വെയർ കണ്ട് തന്നെയാണോ കറക്റ്റായിട്ടാണ് ഔട്ട് വന്നേക്കുന്നത് എല്ലാം അറിയണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇത് ഔട്ട്പുട്ട് എടുത്ത് നോക്കണം. പക്ഷേ ഔട്ട്പുട്ട് എടുത്താലും അത് കറക്റ്റാണോ എന്ന് നമുക്ക് അറിയും. കാരണം ഓരോ പ്ലാറ്റ്ഫോമിനും ഓരോ രീതിയിലാണ് ഫോർമാറ്റ്സ് വേണ്ടത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിന് വേണ്ടിയുള്ള ഫോർമാറ്റുകൾ പോലെയല്ല ബ്രോഡ്കാസ്റ്റിങ്ങിന് വേണ്ടത്, അതുപോലെയല്ല തിയേറ്റേഴ്സിൽ വേണ്ടത്, അതുപോലെയല്ല OTTക്ക് വേണ്ടത്. സോ എല്ലാത്തിനും ഡിഫറെൻറ്റ് ഫോർമാറ്റ്സ് ഉണ്ട്. നമുക്ക് രണ്ട് രീതിയിൽ ഔട്ട് എടുക്കാൻ പറ്റും. അതായത് ഒന്ന് കംപ്രസ്ഡ് ആയിട്ടും പിന്നൊന്ന് അൺകംപ്രസ്ഡ് ആയിട്ടും. കംപ്രസ്ഡ് ആകുമ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ നമ്മുടെ ഫയൽ സൈസിനെ കംപ്രസ് ചെയ്തിട്ട് ഡാറ്റാസ് എല്ലാം എന്ത് ചെയ്യും? മാക്സിമം ലോഡ് ചെയ്തിട്ട് പ്രഷർ ചെയ്തിട്ട് എന്ത് ചെയ്യും? ഡീറ്റെയിൽ മെയിൻറ്റെയിൻ ചെയ്ത് വീഡിയോസ് പ്ലേ ചെയ്യും. അതാണ് കംപ്രസ്ഡ് ഫോർമാറ്റിൽ വരാം. പിന്നീട് വരുന്നത് അൺകംപ്രസ്ഡ് ആണ്. അതായത് ക്വാളിറ്റി അങ്ങനെ തന്നെ ഉണ്ടാവും, അതിൽ ഒരു കോംപ്രമൈസും ഉണ്ടാവില്ല. പക്ഷേ ഡാറ്റാസ് എന്ത് ചെയ്യും? മാക്സിമം വലുതാക്കിയിട്ടായിരിക്കും, ഫ്രീ ഹാൻഡ് ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുക. സോ അത് പ്ലേ ബാക്ക് ആവാനും എളുപ്പമാണ്, സ്മൂത്തും ആയിരിക്കും. പക്ഷേ കംപ്രസ്ഡ് ഫോർമാറ്റ് വരുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്ലേ ആവാൻ ചിലപ്പോൾ ജെർക്ക് ആവാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. HEVC എന്ന് പറഞ്ഞൊരു ഫോർമാറ്റ് ഉണ്ട്, അതായത് H265 എന്ന് പറയുന്ന ഒരു ഫോർമാറ്റ് ഉണ്ട്. അതൊക്കെ വളരെ ജിറ്ററി ആയിട്ടാണ് പ്ലേ ആവുക. കാരണം അത് കംപ്രസ്ഡ് ഫോർമാറ്റ് ആണ്. അതായത് ക്യാമറയിൽ നിന്ന് റെക്കോർഡ് ചെയ്യുന്ന ഫൂട്ടേജിന് ഇവരെന്ത് ചെയ്യും? മാക്സിമം അങ്ങോട്ട് കംപ്രസ് ചെയ്യും. അപ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സോഫ്റ്റ്വെയർസിൽ ഓൺ ആകുമ്പോൾ ഇത് അൺകംപ്രസ് ചെയ്താലാണ് ഫ്രീ ഫ്ലോയിൽ പ്ലേ ചെയ്യാൻ പറ്റുള്ളൂ. സ്വാഭാവികമായിട്ടും എന്ത് പറ്റും? ജിറ്ററിങ് വരും, സ്റ്റക്ക് വരും. അതാണ് സംഭവം. ഇപ്പോൾ യൂട്യൂബിലോട്ടാണ് നമ്മൾ ഔട്ട് ഇടുന്നതെന്ന് വിചാരിക്കുക. നമുക്കിപ്പോൾ അത് മാത്രം ചിന്തിച്ചാൽ മതി. കാരണം നമ്മളിപ്പോൾ വലിയ വർക്ക്സ് ഒന്നും, ഭയങ്കര ഹെവി പ്രൊഫഷണൽ വർക്ക്സ് ഒന്നും ഇപ്പോൾ ആരും ചെയ്യുന്നുണ്ടാവില്ല. കാരണം എല്ലാവരും ബിഗിനേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ലെവലിലുള്ളവരായിരിക്കും. ആ ലെവലിലുള്ളവർക്ക് ഓൾറെഡി പഠിച്ചവരാണെങ്കിൽ ഈ വീഡിയോയുടെ ആവശ്യം അവർക്കില്ല. നമ്മളൊരു ബിഗിനർ സ്റ്റേജിലുള്ളവർക്കാണ് പറഞ്ഞു കൊടുക്കുന്നത്. സോ നമുക്കിപ്പോൾ ഹൈ എൻഡ് വർക്ക് ഫ്ലോയുടെ സംഭവങ്ങളൊന്നും നമുക്കിപ്പോൾ നോക്കുന്നില്ല. നമുക്കൊരു ക്ലീൻ ആയിട്ട് നമ്മൾ കൊടുത്ത ഔട്ട്പുട്ട് എന്താണോ അതങ്ങനെ തന്നെ വൃത്തിയായിട്ട് കളർ ഗ്രേഡിംഗ് ഒക്കെ ചെയ്തിട്ട് ഔട്ട്പുട്ട് എടുക്കുന്നത് എങ്ങനെയാണെന്നാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ യൂട്യൂബിലോട്ടാണ് ഔട്ട് വിടുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ അതിനെങ്ങനെ നമ്മൾ ഡീൽ ചെയ്യണമെന്ന് നമുക്ക് ആദ്യം നോക്കണം. യൂട്യൂബ് സപ്പോർട്ട് ചെയ്യുന്ന മെയിൻ 2 ഫോർമാറ്റാണ് എന്ത്? MP4ഉം പ്രോറസും. അതായത് MP4 എന്ന് പറയുന്നത് ഡാറ്റ കംപ്രസ് ചെയ്തിട്ടുള്ള എന്നാൽ മാക്സിമം ഡീറ്റെയിൽ ക്വാളിറ്റി എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഫോർമാറ്റാണ്. എല്ലാവരുടെ കയ്യിലും ഇന്റർനെറ്റ് സ്പീഡ് ആയിരിക്കണമെന്നില്ല, അതുപോലെ തന്നെ എല്ലാവരുടെ കയ്യിലും സ്റ്റോറേജും ഉണ്ടായിരിക്കണമെന്നില്ല. സോ നമ്മുടെ അസറ്റ്സിൻ്റെ കേപ്പബിലിറ്റി വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഫോർമാറ്റ് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് പ്രീമിയർ പ്രോയിൽ എങ്ങനെയാണ് ഒരു യൂട്യൂബ് കണ്ടന്റ് അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു ബ്രോഡ്കാസ്റ്റിംഗ് കണ്ടന്റ് എങ്ങനെയാണ് ഔട്ട് വിടുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ എക്സ്പോർട്ടിംഗ് പേജിൽ വന്നിട്ടുണ്ട്. അതായത് നമ്മൾ ഇമ്പോർട്ട് കഴിഞ്ഞു, എഡിറ്റ് ചെയ്തു, വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മളെവിടെ വന്നു? എക്സ്പോർട്ടിങ്ങിൽ വന്നു. കാരണം നമ്മളിത് ഔട്ട് എടുക്കാൻ പോവുകയാണ്. നമ്മൾ ചെയ്ത കാര്യങ്ങൾ പ്രോപ്പറാണെന്ന് നമുക്ക് അറിയണ്ടേ? നമുക്ക് അകത്ത് വെച്ചും പ്ലേ ബാക്ക് ചെയ്ത് കാണാം. പക്ഷേ പ്യുവർ ക്വാളിറ്റിയിൽ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഔട്ട് എടുത്ത് തന്നെ നോക്കണം. കാരണം ചിലപ്പോൾ ഈ കാണുന്ന ബ്ലാക്സ് ഒന്നും പ്രോപ്പർ ആയിരിക്കണമെന്നും ഒരു നിർബന്ധവും ഇല്ല. സോ നമ്മൾ എന്ത് ചെയ്യണം? ഔട്ട് എടുത്ത് നോക്കിയാലാണ് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സെറ്റിങ്സിൽ നമുക്ക് എന്താ വരിക? നിങ്ങൾ നോക്കിയേ, മീഡിയ ഫയൽസ്. അതായത് നമ്മളൊരു ഫയൽ മീഡിയ ഫയൽ ഫോർമാറ്റിലോട്ട് മാറ്റാൻ പോവുകയാണ്. അതായത് വീഡിയോ ആയിട്ടോ ഓഡിയോ ആയിട്ടോ ഒരു ഫോർമാറ്റിലേക്ക് മാറ്റാൻ പോവുകയാണ്. അതിന് നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം ഒരു ഫയലിന് ഒരു പേര് കൊടുക്കണം. എന്നാലാണ് നമുക്ക് ആ ഫയൽ ഏതെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അതാണെന്ത്? ഫയൽ നെയിമിനുള്ള ഓപ്ഷൻ. കണ്ടല്ലോ. അടുത്തതാണ് ലൊക്കേഷൻ. ഈ ഫയൽ നമ്മൾ എങ്ങോട്ടാണ് എക്സ്പോർട്ട് ചെയ്യേണ്ടതെന്നാണ് പ്രീമിയർ ചോദിക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു ഏരിയ കാണിച്ചു കൊടുത്താൽ കണ്ടോ നമ്മുടെ ഫയൽ ഫോർമാറ്റ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാത്ത് ഓപ്പൺ ആയി വരും. സേവ് കൊടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് കൊണ്ടിട്ട് സേവ് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ ആക്റ്റീവ് ആയിക്കോളും. പിന്നീട് വരുന്നവർ ചോദിക്കുന്നതാണ്, നമ്മൾ 2 കാര്യങ്ങൾ കൊടുത്തു, പേര് കൊടുത്തു, ഔട്ട്പുട്ടിന്റെ പാത്ത് കാണിച്ചു കൊടുത്തു. ഇനി ഏത് റെസൊല്യൂഷൻ ആണെന്ന് കാണിച്ചു കൊടുക്കണം. അതാണ് പ്രീസെറ്റ്സിൽ ഉണ്ടാവുക. അതായത് പിന്നെ കസ്റ്റം ചെയ്ത് വെച്ചേക്കാണ്. കാരണം ഞാൻ ലാസ്റ്റ് വിട്ട ഔട്ട്പുട്ടിന് എന്താണോ അതാണ് അവിടെ ഉണ്ടാവുക. നമുക്ക് എന്ത് ചെയ്യാം? ഒരുപാട് പ്രീസെറ്റ്സുകൾ ഉണ്ട് ഇതിനകത്ത്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് സെലക്ട് ചെയ്യാം. ഫുൾ HD 1080 4K 720 8K എങ്ങനെ വേണമെങ്കിലും വിടാം. സോ നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് കസ്റ്റമിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കി റീസെൻ്റ്ലി യൂസ് ചെയ്തിരിക്കുന്ന 2-3 സംഭവങ്ങളിവിടെ കാണിച്ചു തരും, ഫോർമാറ്റുകളിവിടെ കാണിച്ചു തരും. അത് കഴിഞ്ഞിട്ട് നോക്കി പ്രീമിയർ എന്നെ ഇവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഫേവറേറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ നോക്കി ഇതിനകത്ത് 2-3 ഓപ്ഷൻസ് ഉണ്ട്. അതായത് മാച്ച് സോഴ്സ്, അഡാപ്റ്റീവ് ഹൈ ബിറ്റ് റേറ്റ്. അതായത് മാച്ച് സോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ആഡ് ചെയ്തേക്കുന്ന ക്ലിപ്പ് എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത്, അതിൻ്റെ റെസൊല്യൂഷൻ എന്താണ്, അതിൻ്റെ ഫ്രെയിം റേറ്റ് എന്താണ്, അതിൻ്റെ ബിറ്റ് ഡെപ്ത് എന്താണ്, എല്ലാം വെച്ചിട്ട് അതിൻ്റെ ബേസിലൊരു ഔട്ട്പുട്ട് റെസൊല്യൂഷൻ അത് ഉണ്ടാക്കും. ഇവിടെ നോക്കി കണ്ടോ, നിങ്ങൾ സോഴ്സിൻ്റെ ഇവിടെ നോക്കി കണ്ടോ, നമ്മളിപ്പോൾ കൊടുത്തേക്കുന്ന ഫയലിൻ്റെ പേരാണെന്ത് കണ്ടോ, ഇതാണ് റെസൊല്യൂഷൻ. പ്രോഗ്രസീവ് ആണ്, എത്ര മിനിറ്റ് ഉണ്ട്, ഓഡിയോയുടെ ഫോർമാറ്റ്, അതിൻ്റെ ഹെഡ്സ്, അത് സ്റ്റീരിയോ ആണോ മോണോ ആണോ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇത് സോഴ്സിൻ്റെ ഡീറ്റെയിൽ ആണ്. ഇപ്പം ഞാൻ ക്ലിക്ക് ചെയ്ത സോഴ്സിൻ്റെ ഡീറ്റെയിൽ ആണ്. ഇത് ഔട്ട്പുട്ടാണ്. കാരണം ഇത് നമ്മളിപ്പോൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഏത് ഫോർമാറ്റിലോട്ട് മാറ്റാൻ പോവുകയാണെന്നുള്ളതാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത് എന്താണ്? മാച്ച് സോഴ്സ് തന്നെയാണ്. സോ
നമുക്ക് ഔട്ട്പുട്ട് എന്ത് തന്നെ വരും, മാച്ച് സോഴ്സായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് വന്നേക്കുന്നത്. നിങ്ങൾ നോക്കിയാൽ 1080 1.0 1.0 ഫ്രെയിം റേറ്റ് ഒക്കെ 23.976 തന്നെയാണ് ഇവിടെ ഉള്ളത്. പ്രോഗ്രസീവ് ആണ് കണ്ടില്ലേ, 16 മിനിറ്റ് ആണ് കണ്ടോ, എല്ലാം സെയിം ആണ്. പക്ഷേ നമ്മളിവിടെ മാറ്റി കൊടുക്കുകയാണെന്ന് വിചാരിക്കുക, ഞാനൊരു ഹൈ ക്വാളിറ്റി 1080p മാറ്റുവാണെന്ന് വിചാരിക്കുക. കണ്ടോ, ഇത് ഫോർമാറ്റ്സും കാര്യങ്ങളെല്ലാം റെഡി ആണെങ്കിലും ഇവിടെ നിങ്ങൾ സൈസ് മാറി, ശ്രദ്ധിച്ചായിരുന്നു, ടാർഗറ്റ് സൈസ് മാറിയിരുന്നു. കണ്ടോ, ഈ പ്രീസെറ്റുകൾക്ക് എല്ലാത്തിനും അങ്ങനത്തെ ഓരോ MBPS ഡാറ്റ അങ്ങനത്തെ കുറച്ച് വ്യത്യാസങ്ങളുണ്ടാവും. ഇനി ഞാനിത് 4K മാറ്റുവാണെന്ന് വിചാരിക്കുക. നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്നത് 1080 ആണ്, പക്ഷെ നമുക്ക് കൊടുക്കാൻ പോകുന്നതാണ് 4K ആണ്. കണ്ടില്ലേ, ഫ്രെയിം റേറ്റും കാര്യങ്ങളൊക്കെ സെയിം ആണ്. ടാർഗറ്റിന്റെ ബിറ്റ് ഡെപ്ത് മാറി, റെസൊല്യൂഷൻ മാറി. കണ്ടോ, ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. നമ്മൾ ഷൂട്ട് ചെയ്ത് 1080 ഔട്ട് വരാൻ പോകുന്നത് 4K പക്ഷെ 4K ക്വാളിറ്റി ഒന്നും ഉണ്ടാവില്ല. കാരണം ഇത്രയും ചെറിയ ഫയലിനെ പിടിച്ച് വലുതാക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് പറ്റും, റെസൊല്യൂഷൻ കാണിക്കും, പക്ഷെ ക്വാളിറ്റി ഉണ്ടാവില്ല. 1080 ക്വാളിറ്റി തന്നെയാണ് മെയിൻറ്റെയിൻ ആവുക. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഒരുപാട് റെസൊല്യൂഷൻസ് കൂടെ കൊടുത്തിട്ടുണ്ട്. 720, 1080, 4K കണ്ടില്ലേ, അങ്ങനെ റെസൊല്യൂഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് റെസൊല്യൂഷൻ ആണ്. അടുത്തെന്ന് പറയുന്നത് ഫോർമാറ്റ് ആണ്. അതായത് കൊഡെക് എന്ന് പറഞ്ഞ സംഭവമുണ്ട്, കണ്ടെയ്നർ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. കൊഡെക് എന്ന് പറയുന്നത് ആ ഫയൽ ഏത് ഫോർമാറ്റിലാണ് ഇരിക്കുന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് പല ടൈപ്പ് ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ ഓൾറെഡി, H.265 ഉണ്ട്, H.264 ഉണ്ട്, അങ്ങനെ ഒരുപാട് കൊഡെക്സ് ഉണ്ട്. പക്ഷേ ഈ കൊഡെക് ഡയറക്റ്റ് നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെ ഓഡിയോ വീഡിയോ പ്ലേയേഴ്സ് എല്ലാം യൂണിവേഴ്സൽ ഫോർമാറ്റിലായിരിക്കും ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക. കാരണം എവിടെ നിന്ന് ഔട്ട് എടുത്താലും നമുക്കിത് പ്ലേ ചെയ്യണം. സോ അതിനെ കൊഡെക് വെച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കണ്ടെയ്നറിലോട്ട് മാറ്റുന്നു. അതായത് നിങ്ങളൊരു കണ്ടെയ്നർ തന്നെ വിചാരിക്കുക, ലോറിയുടെ പുറകിലുള്ള കണ്ടെയ്നർ. അതിനകത്ത് എന്തുണ്ടാവും, പല ടൈപ്പ് ഫോർമാറ്റുകൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു യൂണിവേഴ്സൽ സൈസിൽ എപ്പോഴും നമുക്കത് ട്രാവൽ ചെയ്യാനും കൊണ്ടടക്കാനും ലിഫ്റ്റ് ചെയ്യാനും ഒക്കെ എളുപ്പമുണ്ടാവും. അതിനാണ് ആ ഒരു കണ്ടെയ്നർ സൈസ് അവർ ഡിസൈൻ ചെയ്തേക്കുന്നത്. അതേപോലൊരു കണ്ടെയ്നറാണ് എന്ത്, MP4, MP3 ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. ഇതെല്ലാം എന്താണ്, കണ്ടെയ്നേഴ്സ് ആണ്. സോ നമ്മുടെ കോഡൊക്കെ, നമ്മുടെ MP4 വീഡിയോയിൽ എന്തൊക്കെ ഉണ്ടാവും, വീഡിയോ കോഡൊക്കെ ഉണ്ടാവും, ഓഡിയോ കോഡൊക്കെ ഉണ്ടാവും. അതായത് H.264 എന്ന് പറയുന്ന വീഡിയോ കോഡൊക്കും AAC എന്ന് പറയുന്ന ഓഡിയോ കോഡൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഈ MP4 എന്ന് പറയുന്ന കണ്ടെയ്നറിലോട്ട് അവരെന്ത് ചെയ്യും, അറ്റാച്ച് ചെയ്യും. സോ അതെന്തായി, അതൊരു MP4 ഫോർമാറ്റായി. ആ MP4 ഫോർമാറ്റ് ആയിരിക്കും എവിടെ വർക്ക് ചെയ്യുക, നമ്മുടെ പ്ലേയേഴ്സിലൊക്കെ വർക്ക് ചെയ്യുക. സോ അതിനെ എളുപ്പമായിട്ട് പ്ലേ ചെയ്യാൻ പറ്റും. സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ബേസിക്കലി H.264 മിക്ക ഫോർമാറ്റുകളും കണ്ടെയ്നറുകളും MP4 തന്നെയാണ് വരിക. MKV, AVI പോലുള്ള ഫോർമാറ്റുകളാണ് റെയറായിട്ട് വരുള്ളൂ. ഒരു 90% H.264 തന്നെയാണ് MP4 വരിക. അപ്പോൾ നമ്മൾ ഇത്രയും സംഭവങ്ങൾ സെറ്റ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് വീഡിയോയുടെ ഡീറ്റെയിലിംഗ് ആണ്. ഇപ്പോൾ നമ്മൾ കൊടുത്ത ഫോർമാറ്റ്സ് ആണ്, അല്ലെങ്കിൽ കൊഡെക്സ് മാത്രമാണ്, അതിൻ്റെ പാത്തും കാര്യങ്ങളുമാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണ്, വീഡിയോയുടെ സൈസും കാര്യങ്ങളും ഫ്രെയിം റേറ്റ് ഇങ്ങനെയുള്ള വീഡിയോയുടെ അകത്തോട്ട് കയറിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ ഇവിടെ റെസൊല്യൂഷൻ തെറ്റിക്കിടക്കാമെന്ന് വിചാരിക്കുക. കാരണം എൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് 1080 ആണ്, ഔട്ട്പുട്ട് ഞാൻ കൊടുത്തേക്കുന്നത് എന്താണ്, 4K ആണ്. ഞാൻ എന്ത് ചെയ്യണം, മാച്ച് സോഴ്സ് ക്ലിക്ക് ചെയ്താൽ കണ്ടോ ഓട്ടോമാറ്റിക്കലി സെറ്റായി. അതല്ല നിങ്ങൾക്ക് അത് മാറ്റണം എന്ന് വിചാരിക്കും, ഇതിലും ചെറുതാക്കണം എന്ന് വിചാരിക്കും. നിങ്ങൾ എന്ത് ചെയ്യും, ഇവിടെ ടിക്കുന്നുണ്ടോ, അൺടിക്ക് ചെയ്തതിന് ഇത് എനേബിൾ ആവും. ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് 720 ആക്കാം. അപ്പോൾ നിങ്ങളുടെ ബാക്കി കാര്യങ്ങളൊന്നും മാറില്ല, സൈസ് മാത്രമേ മാറിയുള്ളൂ. അങ്ങനെ നമുക്ക് ഓരോന്നും അൺടിക്ക് ചെയ്ത് ഓരോന്ന് എനേബിൾ ചെയ്ത് ചെയ്യാൻ പറ്റും. ഞാൻ എന്ത് ചെയ്യുന്നു, ഫുൾ HD തന്നെ ആക്കുവാണ്. ഞാൻ ജസ്റ്റ് ലോക്ക് ചെയ്യാണ്. ഓക്കെ, എനിക്ക് ഇത്രയും കാര്യങ്ങളൊന്നും അറിയണ്ട. ഇനി വരുന്നത് ഫ്രെയിം റേറ്റ് ആണ്. ഡാവിഞ്ചിയിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഫ്രെയിം റേറ്റ് ജന്മത്ത് മാറ്റാൻ പറ്റില്ല, പുതിയ ടൈം ലൈൻ ഉണ്ടാക്കണം. പ്രീമിയറിൽ അങ്ങനെയല്ല, നമുക്ക് ആഫ്റ്റർ ഔട്ട് എടുക്കുമ്പോൾ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. കണ്ടോ, ഇതിലെല്ലാ ടൈപ്പ് ഫ്രെയിം റേറ്റുകളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഫ്രെയിം റേറ്റ്. പിന്നെ വരുന്നത് നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് പ്രോഗ്രസീവ് എന്ന് പറഞ്ഞൊരു ഫോർമാറ്റിലാണ്. അതുകൊണ്ടാണ് നമ്മളുടെ റെസൊല്യൂഷൻ്റെ ഒക്കെ എഡ്ജിലായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും P എന്ന് കൊടുത്തിട്ടുണ്ടാവും. 1080p 720p ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. അത് പ്രോഗ്രസീവിലാണ് ക്യാമറയിലോട്ട് റെക്കോർഡ് ആവുന്നത്. അതൊരു ഫീൽഡ് ഓർഡർ മെത്തേഡാണ്. സോ അത് പ്രോഗ്രസീവ് തന്നെ കൊടുക്കുക. പിന്നെ വരുന്ന ആസ്പെക്ട് റേഷ്യോ നിങ്ങൾക്ക് അറിയാം, 60:9, 1:1 അങ്ങനെയുള്ള ഓരോ ആസ്പെക്റ്റിലോട്ട് നമുക്ക് മാറ്റാൻ പറ്റും. ഫിലിം റെസൊല്യൂഷനിലോട്ടും എല്ലാം ആസ്പെക്റ്റിലോട്ടൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും. സോ നമുക്കിതിപ്പോൾ ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്ന ഓപ്ഷനാണ് റെൻഡർ അറ്റ് മാക്സിമം ഡെപ്ത്, യൂസ് മാക്സിമം റെൻഡർ ക്വാളിറ്റി. നിങ്ങൾ കൊടുക്കുന്ന വീഡിയോയുടെ എക്സാക്റ്റ് ഔട്ട് അങ്ങനെ തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ 2 ടിക്കും കൊടുക്കുന്നതാണ് ബെസ്റ്റ്. ഇനി നിങ്ങളുടെ സിസ്റ്റം അത്ര കേപ്പബിൾ അല്ലെങ്കിൽ നിങ്ങൾ ഇത് ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ ഔട്ട് ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, സിസ്റ്റം ഭയങ്കര ലാഗാവും, മണിക്കൂറുകൾ ടൈം എടുക്കും. സോ അത് നോക്കി കണ്ടിട്ട് മാത്രം ചെയ്യുക. പിന്നെ വരുന്ന എൻകോഡിംഗ് സെറ്റിംഗ്സ്, അതായത് ഇത് എങ്ങനെയാണ് എൻകോഡ് ചെയ്യേണ്ടത്. ഈ പ്രീമിയർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഡയറക്റ്റ് എൻകോഡ് ചെയ്യണോ, അല്ലെങ്കിൽ നമ്മൾ വെച്ചിട്ടുള്ള ഗ്രാഫിക്സ് കാർഡ് അല്ലെങ്കിൽ GPU എൻകോഡ് ചെയ്യണോ. GPU എൻകോഡ് ചെയ്യുവാണെങ്കിൽ സോഫ്റ്റ്വെയറിനും CPUക്കും ലോഡ് കുറയും, ഗ്രാഫിക്സ് കാർഡ് നോക്കിക്കോളും എല്ലാ ഡാറ്റയും. അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ആണെങ്കിൽ സോഫ്റ്റ്വെയർ ഡയറക്റ്റ് CPU വെച്ചിട്ട് ലോഡ് ചെയ്ത് വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ കുറച്ച് ലാഗി ആയിരിക്കും, പെർഫോമൻസ് കുറച്ച് കുറയും. ഇനി വരുന്നതാണ് ബിറ്റ് റേറ്റ് സെറ്റിംഗ്സ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇത് നമ്മുടെ റെസൊല്യൂഷൻ എത്ര ഹൈ ആണെന്ന് പറഞ്ഞിട്ടും, ഇനി 8K ആണ് 12K ആണെന്ന് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. ഈ സംഭവം പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ക്വാളിറ്റി ലോസ് ആവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിറ്റ് റേറ്റ് എൻകോഡിങ്, ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 3 ഓപ്ഷൻ കാണിക്കും.
CBR, VBR, VBR 2 പാസ്. CBR എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസ്റ്റൻറ്റ് ബിറ്റ് റേറ്റ് ആണ്. CBR നിങ്ങളൊരു സ്കൂട്ടറാണെന്ന് വിചാരിക്കുക. അതിനെങ്ങനെയാണ് ഗിയർ ഷിഫ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുന്നതിനനുസരിച്ചിട്ട് അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അതേപോലെയാണ് CBR, അതൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ CBR എവറി ഫ്രെയിംസിനും, നമ്മുടെ വീഡിയോയിലുള്ള എവറി ഫ്രെയിംസിനും എന്ത് ചെയ്യുന്നുണ്ട്, കോൺസ്റ്റൻ്റ് ആയിട്ട് ആ ഓരോ ഫ്രെയിമിലും എന്ത് ചെയ്യും, ബിറ്റ് റേറ്റ് നമ്മൾ കൊടുക്കുന്ന ബിറ്റ് റേറ്റ് എത്രയാണോ അതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടേയിരിക്കും. അടുത്തതൊരു VBR ആണെന്ന് വിചാരിക്കുക. നിങ്ങളതൊരു ബൈക്ക് പോലെ വിചാരിക്കുക. നമ്മൾ എന്ത് ചെയ്യുന്നു, കയറ്റം കയറുമ്പോൾ ഡൗൺ ചെയ്യും അല്ലേ, ഒരു വളവെത്തുമ്പോൾ സ്ലോ ആക്കും. അപ്പോൾ അതിൻ്റെ ഗിയർ റേഷ്യോ മാറിക്കൊണ്ടേയിരിക്കും. കാരണം നമ്മൾ ആ ആവശ്യം അനുസരിച്ചിട്ടാണ് ഗിയർ ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെയാണ് VBRും. അത് വേരിയബിൾ ബിറ്റ് റേറ്റ് ആണ്. അതായത് എല്ലാ ഫ്രെയിമിലും ഒരേ ബിറ്റ് റേറ്റ് ആയിരിക്കില്ല, അത് ആവശ്യാനുസരണം ഇതിനെ മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഇത്രയും ബിറ്റ് റേറ്റ് ഇവിടെ ആവശ്യമില്ല, അവിടെ ആവശ്യത്തിന് ഡാറ്റ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ അത്രയും പുഷ് ചെയ്യില്ല. അവിടെ ഡാറ്റ കുറച്ചും കൂടി പുഷ് ചെയ്താലാണ് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് തോന്നിക്കാൻ അവരെന്ത് ചെയ്യും, VBR അത് പുഷ് ചെയ്യും. അതാണ് വേരിയബിൾ ബിറ്റ് റേറ്റ്. ഇത് 1 പാസ് എന്നുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് അത് എക്സ്പോർട്ടിങ്ങിൽ തന്നെ 1 പാസ് ജസ്റ്റ് പാസ് അടിച്ച് വിടും. എക്സ്പോർട്ടിങ്ങിൻ്റെ കൂടെ അതങ്ങനെ ചെക്ക് ചെയ്ത് വിട്ടേക്കും. VBR 2 പാസ് എന്ന് പറയുന്നത് എക്സ്പോർട്ട് കഴിഞ്ഞാലും അതിൻ്റെ ഭാഗമായിട്ടൊരു ക്രോസ് ചെക്കിംഗ് കൂടി എക്സ്ട്രാ നടക്കും. അതായത് ഇപ്പോൾ 0 to 100 എക്സ്പോർട്ടിങ് കഴിഞ്ഞാലും വീണ്ടും ഒരു ചെക്കിങ് കൂടി നടത്തും. അതായത് ഒന്ന് എല്ലാം ഓക്കെ അല്ലേ, വേറെ എറർസ് ഒന്നും ഇല്ലല്ലോ എന്ന് ചെക്ക് ചെയ്യും. നിങ്ങൾക്ക് രണ്ടും യൂസ് ചെയ്യാം, CBRും യൂസ് ചെയ്യാം, VBRും യൂസ് ചെയ്യാം. ഇനി ടാർഗറ്റ് ബിറ്റ് റേറ്റ്, അതായത് നിങ്ങൾക്ക് 10 വർക്ക് ചെയ്യാം, 15 വർക്ക് ചെയ്യാം, 20 വർക്ക് ചെയ്യാം. അത് ഡിപ്പെൻഡ് ഓൺ യുവർ പ്രൊജക്ട് സൈസ് ആണ്. ഇപ്പോൾ ഞാൻ മേളിലോട്ട് പോയിട്ട് പ്രീസെറ്റ്സ് എടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ഞാൻ അഡാപ്റ്റീവ് ഹൈ ബിറ്റ് റേറ്റ് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കി, ഇവിടെ എന്താ സംഭവിക്കുന്നത് നോക്കിയോ, കണ്ടോ, ഈ വീഡിയോക്ക് 15.2 ബിറ്റ് റേറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ ക്ലീൻ ആയിട്ട് ഔട്ട് വരാനായിട്ട്. നമ്മളത് മാറ്റി ഒരു ഹൈ ക്വാളിറ്റി 1080 ആണ് നമുക്ക് വേണ്ടെന്ന് വിചാരിക്കുക. അതായത് നമ്മൾ ഈ ബിറ്റ് റേറ്റ് അപ്പാവുകയാണ് ചെയ്യുന്നത്, ബാക്കിയൊന്നും മാറുന്നില്ല, ഈ ബിറ്റ് റേറ്റ് ആണ് അപ്പാവുന്നത്. ഞാനത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ മാറുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ, കണ്ടോ, അത് 20 ആയി. ഹൈ ക്വാളിറ്റി പ്രോപ്പർ ഔട്ട് വരണമെങ്കിൽ ഒരു 5 ബിറ്റും കൂടി വേണം. അപ്പോൾ അതുകൊണ്ട് അവരെന്ത് ചെയ്തു, അവിടെ അപ്പ് ചെയ്തു. അപ്പോൾ അതിനനുസരിച്ച് ഇവിടെ സൈസും മാറുന്നുണ്ടാവും. നിങ്ങൾ നോക്കിക്കോ, ഞാൻ ഇവിടെ കൂട്ടാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടുത്തെ സൈസ് മാറുന്നു നോക്കിക്കോ. ഇപ്പോൾ ജസ്റ്റ് 2 GB ആണ് ഇപ്പോൾ കാണിക്കുന്നത്. നിങ്ങൾ നോക്കി, ഞാൻ അത് അപ്പ് ചെയ്യും തോറും കണ്ടോ, ഇത് 3.9 ആയി, 3000 ആയി, 4000 ആയി, 5000 ആയി. ഇതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് കംപ്രസ്ഡ് ആയിട്ടുള്ള ഒരു MP4 ഔട്ട് എടുക്കാൻ നമുക്ക് ഏകദേശം എത്ര വേണം, 20 ഇനഫ് ആണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് 20 അടിച്ചു കൊടുക്കുക. അപ്പോൾ അത് ഓക്കെയാണ്. ഇനി വരുന്നതാണ് ഓഡിയോ. അതിൽ നിങ്ങൾ നോക്കി, ഓഡിയോ ഫോർമാറ്റ് സെറ്റിങ്സ്, അതായത് അതിൽ 2 ഫോർമാറ്റുകളാണ് ഉള്ളത്, AACയും MPEG. AAC എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്വാൻസ് ഓഡിയോ കോഡിംഗ് എന്നാണ്. അതൊരു ലേറ്റസ്റ്റ് ടെക്നോളജി ഓഡിയോ ഫോർമാറ്റ് ആണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം അത് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഈ ഓഡിയോക്ക് നിങ്ങൾക്ക് എന്തുണ്ട്, കൊഡക്ക് ഉണ്ട്, കണ്ടില്ലേ, AAC വേർഷൻ 1 വേർഷൻ 2 കണ്ടില്ലേ, അതിനും പുതിയ അപ്ഡേറ്റുകൾ വരുന്നുണ്ട്. സോ നമ്മൾ അത്ര അപ്ഡേറ്റ് ആയിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, AAC ഇനഫ് ആണ്. AAC ഒരു യൂണിവേഴ്സൽ ഫോർമാറ്റ് ആണ്. അപ്പോൾ നമുക്ക് അത് തന്നെ യൂസ് ചെയ്താൽ മതി. 48000 ഒക്കെ ഒരു പക്ക സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയാണ്, നിങ്ങളതിന് തൊടുക വേണ്ട. പിന്നെ നമുക്ക് 2 ചാനൽ സ്റ്റീരിയോ ഉള്ളൂ. നമുക്ക് 5.1 കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നോക്കി കണ്ടോ, മോണോ സ്റ്റീരിയോ 5.1, 2 സ്പീക്കേഴ്സ് ഔട്ട്പുട്ടാണ് സ്റ്റീരിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റീരിയോ ധാരാളമാണ്. അപ്പോൾ സ്റ്റീരിയോ സെലക്ട് ചെയ്തു. പിന്നെ വരുന്നതാണ് ബിറ്റ് റേറ്റ്. സെയിം തിങ്, നമ്മൾ വീഡിയോയിൽ ചെയ്ത സെയിം പരിപാടി ഓഡിയോക്കും വേണമല്ലോ. അത് വീഡിയോക്ക് മാത്രം കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. ഓഡിയോയിൽ വരുന്നത് MBPSലല്ല, KBPSലാണ്. സോ നിങ്ങൾ നോക്കിയേ, നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും 320 kbps എന്നൊക്കെ. അതൊക്കെ ഒരു കിടുക്കൻ, അതായത് വളരെ കംപ്രസ്ഡ് ആയിട്ട് എന്നാൽ ക്വാളിറ്റി ഒട്ടും ലോസ് ആവാതെ നമുക്ക് ഓഡിയോസ് എല്ലാം പ്രോപ്പറായിട്ട് കേൾക്കണമെന്നുണ്ടെങ്കിൽ 320 kbps മിനിമം വേണം. പ്രീസെറ്റ് കൊടുത്തേക്കുന്നത് 320 ആണ്. സോ അത്രയും ക്വാളിറ്റി വേണം നമുക്ക് ആ പ്രോപ്പർ സൗണ്ടുകൾ കേൾക്കണമെന്നുണ്ടെങ്കിൽ. ഈ ബിറ്റ് റേറ്റിന് താഴേക്ക് പോയി കഴിഞ്ഞാൽ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള സൗണ്ടുകളൊന്നും നമുക്ക് കേൾക്കാതെ വരും. പിന്നെ വരുന്നത് മൾട്ടിപ്ലക്സറും ക്യാപ്ഷനും എഫക്ട്സ് മെറ്റഡാറ്റ അങ്ങനെയുള്ള സംഭവങ്ങളാണ്. അതൊക്കെ കുറച്ചും കൂടി സിനിമ കാര്യങ്ങൾ അങ്ങനെയുള്ള ഔട്ടുകൾക്കൊക്കെയാണ് അത് കൂടുതൽ ആവശ്യം വരിക. ഇപ്പോൾ നമുക്കത് ആവശ്യമില്ല. നമുക്കൊരു യൂട്യൂബിലോട്ട് ഒരു ഔട്ട് വിടാൻ, ഓൺലൈനിലേക്ക് ഔട്ട് വിടാൻ, ഫേസ്ബുക്ക് അങ്ങനെ എന്തെങ്കിലും ഔട്ട് വിടാനാണെങ്കിൽ ഇത്രയും സംഭവങ്ങൾ മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഇത്ര സംഭവങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കിടുക്കാച്ച ഔട്ട് കിട്ടും. അപ്പോൾ എല്ലാവർക്കും എങ്ങനെയാണ് വീഡിയോ ഔട്ട് എടുക്കേണ്ടതെന്ന് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ വർത്താണെന്ന് തോന്നുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. കാരണം ഞാൻ ചെക്ക് ചെയ്തപ്പോൾ നോട്ടിഫിക്കേഷൻ മിക്കവർക്കും പോകുന്നില്ല. സോ മിക്കവരും സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടാവും, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ ശ്രമിക്കുക. എന്നാലാണ് നമ്മളിടുന്ന ലേറ്റസ്റ്റ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.